പൂഴിയിട്ടില്ലെങ്കിൽ ട്രെയിൻ ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. സൂചിപ്പിച്ചതുപോലെ പൂഴി അല്ലെങ്കിൽ മണൽ എന്തിനാണ് റെയിൽവേയുടെ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ റെയിൽവേ എഞ്ചിനിൽ മണൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ഇതുപോലുള്ള എഞ്ചിനുകളിൽ മണൽ അല്ലെങ്കിൽ പൂഴി ഉപയോഗിക്കുന്നുണ്ട് ട്രെയിൻ ഓടുന്നതിന്റെ ഭാഗമായി. ഈ എഞ്ചിൻ കടന്നു വരുന്നുണ്ട്. ഈ എഞ്ചിൻ ഒരു ഭാഗത്ത് പൂഴി അല്ലെങ്കിൽ മണൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂഴി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പിന്നെ എന്തിനാണ് ഈ ട്രെയിനിന്റെ എഞ്ചിനുകളിൽ മണൽ ഉപയോഗിക്കുന്നത് എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ അതിന്റെ കാഴ്ചകളിലേക്ക്. യാത്രകൾക്കിടയ്ക്ക് പുതിയ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഇറങ്ങി മറ്റൊരു ട്രെയിനാണ് ഇനി യാത്ര ചെയ്യേണ്ടത്. 1 മണിക്കൂറോളം താമസമുണ്ട് ഈ സ്റ്റേഷനിൽ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. അപ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു എഞ്ചിൻ പതുക്കെ മുമ്പോട്ട് നീങ്ങുന്നതാണ്. കൗതുകത്തിനായി ഞാൻ ക്യാമറയുമായി അതിനൊപ്പം നീങ്ങി. ട്രാക്കിലൂടെ ഞാൻ ആ എഞ്ചിന് കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ച എനിക്ക് കിട്ടി. ഇതാണ് ആ കാഴ്ച. എഞ്ചിനിൽ റെയിൽവേയുടെ ഒരു ജീവനക്കാരൻ മണൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനായിരിക്കാം ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗത്ത് മണൽ നിറയ്ക്കുന്നത്? നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? അദ്ദേഹം എന്നെ ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിന്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കാം ഇങ്ങനെ ട്രെയിനിന്റെ എഞ്ചിനിൽ മണൽ നിറയ്ക്കുന്നത്? നമുക്ക് എന്തിനാണെന്ന് പരിശോധിക്കാം. അപൂർവമായ ഒരു കാഴ്ചയാണ്. ആരെങ്കിലും ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്തിനായിരിക്കാം നമുക്ക് പരിശോധിക്കാം. റെയിൽവേന്റെ ഈ ചക്രമില്ലേ, ഈ ചക്രത്തിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന മുൻവശത്തൂടെ ചെറുതായിട്ട് ഈ മണൽത്തരികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അത് ഈ റെയിൽവേ പാളം രണ്ടും ഉരുക്ക് വസ്തുക്കളാണല്ലോ. അതുകൊണ്ട് ഈ 2 ഉരുക്ക് വസ്തുക്കളായതുകൊണ്ട് വേഗം തേഞ്ഞ് തീരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് അത്. എഞ്ചിന്റെ അടുത്തുള്ള എഞ്ചിനിലുള്ള സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇപ്പോൾ കാണാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ ഈ മണൽത്തരികൾ പാളത്തിലേക്ക് വീഴുന്നതും ആ പാളത്തിന്റെ മുകളിൽ കൂടെ ഇരുമ്പ് ചക്രങ്ങൾ പായുമ്പോൾ ഘർഷണം കുറയുന്നതും ഒരു ലൂബ്രിക്കന്റ് പോലെ അത് പ്രവർത്തിക്കുന്നതും ആണെന്ന് ഇദ്ദേഹം പിന്നീട് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ പല വിചിത്രമായ കാര്യങ്ങളും റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ ഏതെങ്കിലും യാത്രകളിൽ അവിചാരിതമായി കാണുമ്പോൾ പകർത്താം. അതിന്റെ വിശേഷങ്ങൾ അപ്പോഴും നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ പുതിയ സ്ഥലത്തേക്കുള്ള ട്രെയിന് കയറി യാത്ര തുടർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.